പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇയാൾക്ക് എങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക് ബന്ധം വന്നത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാലാണോ ഈ പിതാവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് അന്വേഷിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രവാദികളുടെയും ഇത്തരം ആഭിചാര ക്രിയകളുടെയും ഒക്കെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രേരണ പലവിധ കൊലപാതകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരം സംശയങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വ്യാപിപ്പിക്കേണ്ടത്. രഞ്ജിത്ത്, സമാനമായ തരത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നമുക്കറിയാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കേഡൽ ജിൻസൺ രാജ ഉൾപ്പെട്ട, അതായത് സ്വന്തം കുടുംബാംഗങ്ങളെ മുഴുവൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം തീ കത്തിച്ച കേസിൽ പ്രതിയായി ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കേഡൽ ജിൻസൺ രാജയുടെ കഥ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെയും ഇങ്ങനെ ചില അന്തർമുഖം ആയ സ്വഭാവ സവിശേഷതകൾക്കുടമയായിരുന്നു കേഡൽ ജിൻസൺ. സമാനമായ തരത്തിലുള്ള പല ദുരൂഹത ഉണർത്തുന്ന വസ്തുക്കളും കേഡൽ ജിൻസന്റെ മുറിയിൽ നിന്ന് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അത് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി ആസ്ട്രൽ പ്രൊജക്ഷനാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പിന്നീടുണ്ടായി. പിന്നീട് പ്രതിയുടെ മാനസിക നില തകരാറിലാണ്. അതുകൊണ്ട് ചികിത്സയ്ക്ക് വിധേയമാക്കി വേണം തുടർന്നുള്ള ചോദ്യം ചെയ്യലെന്ന തരത്തിലേക്കൊക്കെ അന്വേഷണ സംഘം തീരുമാനത്തിലേക്ക് എത്തുന്നത് വലിയ തരത്തിലെന്ന ചർച്ചയായി മാറിയതാണ്. എനിക്ക് തോന്നുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ വെള്ളറടയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ. പ്രജിൻ ജോസ് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിയാണ് ചൈനയിലെ വുഹാനിലേക്ക് എത്തുന്നത്. അവിടെ മെഡിക്കൽ പഠനം തുടരുന്നതിനിടയിൽ ഈ പടർന്നു പിടിച്ച കോവിഡ് മഹാമാരിയിൽപ്പെട്ട് അവിടെ നിന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നു. +2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയായി അവശേഷിക്കുന്നതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം, അതോടൊപ്പം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ പഠനം എന്തായി കാര്യങ്ങളെന്ന ചോദ്യം, അതിൽ വീർപ്പുമുട്ടി അവിടെ നിന്ന് സിനിമ പഠിക്കാനായി കൊച്ചിയിലേക്ക് പോകുന്നു. അതിന് കുടുംബാംഗങ്ങൾ പണം നൽകുന്നു. തിരികെ മടങ്ങി വന്നതിന് ശേഷം തീർത്തും പരിചിതമല്ലാത്ത തരത്തിലുള്ള സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ ഈ പ്രജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ സ്വഭാവങ്ങൾ മാറുന്ന സാഹചര്യം. അച്ഛൻ്റെ മുമ്പിലിട്ട് അമ്മയെ മർദ്ദിക്കുന്നു, അത് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അച്ഛനെയും മർദ്ദിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യം ബന്ധുക്കളോട് പോലും പറയാൻ പറ്റാത്ത പശ്ചാത്തലം. അത് ഒടുവിൽ ചെന്നെത്തിയത് സ്വന്തം പിതാവിൻ്റെ ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിൽ. അതിനുശേഷം മുറി തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ സംശയിക്കുന്ന തരത്തിൽ ബ്ലാക്ക് മാജിക്കിന് അടിമയായിരുന്നു ഈ യുവാവ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി അറിയാനുള്ളത് പ്രജിനുമായി ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്ന ആരെങ്കിലും വെള്ളറടയിൽ തന്നെ ഉണ്ടോ? അതിനപ്പുറത്തേക്ക് രാത്രികാലങ്ങളിൽ പ്രജിൻ സഞ്ചരിച്ചിരുന്നത് ആരെ കാണാനാണ്? ഈ ഫോണിൽ ഈ ഫോർമാറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനൊക്കെ വിശദമായ പരിശോധനകൾ വേണ്ടിവരും.